തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയൊരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കാറുള്ളത്. കാരണം ഒരുപാട് വർഷമായി LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട്. എന്നാൽ എല്ലാ തവണയും ശക്തമായ മത്സരം തന്നെ കോർപ്പറേഷനിൽ നടക്കാറുണ്ട്. ഇത്തവണയും അത്തരം ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. BJPയും UDFും എല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എന്തായാലും കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവാണ്. ഇത്തവണ BJP വലിയ വിശ്വാസത്തിലാണല്ലോ. 40-ലധികം സീറ്റുകൾ നേടുമെന്നുള്ള വിശ്വാസമാണോ BJP പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തിലാണ്. ഒരു കാര്യം ഉറപ്പാണ്, 48 വർഷക്കാലം കോഴിക്കോട്ട് നഗരത്തിൽ, പ്രത്യേകിച്ച് ജില്ലയിലാകമാനം തന്നെ വികസനം അന്യമാക്കിയിട്ടുള്ള LDF ഈ നഗരസഭയിൽ അപ്രസക്തമാകും, തകർന്ന് തരിപ്പണമാകും. സമാനമാണ് UDFിൻ്റെയും അവസ്ഥ. കാരണം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗതാഗത സൗകര്യം, അതായത് നഗരപാത, അതേപോലെ തന്നെ മാലിന്യ പ്രശ്നം പരിഹരിക്കൽ, പാർക്കിംഗ് ഗ്രൗണ്ടുകൾ, ഇതെല്ലാം ഇന്ന് കോഴിക്കോട് അന്യമാണ്. എന്താണ് 48 വർഷക്കാലം ഇവർ ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ഈ കോർപ്പറേഷനിൽ നടപ്പിലാക്കുന്നതൊഴിച്ചാൽ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടാൻ ഇവർക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാറി മാറി സംസ്ഥാനം ഭരിച്ച രണ്ട് മുന്നണികളുമാണ് കോഴിക്കോടെ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം കൊണ്ടുപോയിട്ടുള്ളത്. ആ തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം നൽകുന്ന NDA വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 മാസക്കാലമായി നടത്തി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് 17,000 വോട്ട് ഈ കോർപ്പറേഷനിൽ തന്നെ ഞങ്ങൾ പുതുതായിട്ട് ചേർത്തിട്ടുണ്ട്. നിലവിൽ 23 സ്ഥലത്ത് 1-ാം സ്ഥാനത്താണ്, 7 നമ്മുടെ സിറ്റിംഗ് സീറ്റാണ്. 44 വോട്ടിനടക്കം തോറ്റ 3-ാം സ്ഥാനത്ത് കിടക്കുന്നതുണ്ട്. അപ്പം നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ കോഴിക്കോട്. എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു? ഇപ്രാവശ്യം BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവും, ഉറപ്പാണ്. കാരണം അത് പറയാൻ കാരണം ചില ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ 15 കൊല്ലം കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ BJP 3 ഇരട്ടി വോട്ട് വർദ്ധിപ്പിച്ച പാർട്ടിയാണ്. LDFും UDFും ആ 15 കൊല്ലം ഒരേ വോട്ടിംഗ് ശതമാനത്തിൽ നിൽക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് മുന്നണികൾക്കും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കുറഞ്ഞു വരുമ്പോൾ BJP ഒരു വിന്നിങ് ട്രെൻഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറയാം, ഇപ്പോൾ കോഴിക്കോട്ടെ ജനതയെ അങ്ങനെ വഞ്ചിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ 10 ദിവസമായി CPM നടത്തുന്ന പ്രചരണം തുടർ ഭരണം വേണം. അതിന് പറയുന്ന കാര്യം, ഒന്ന്, ആരോഗ്യ പ്രശ്നത്ത് കുതിച്ചുചാട്ടം നടത്തി. കോഴിക്കോട് 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ നടത്തി, ഉദ്ഘാടനം ചെയ്തു. ഈ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററും നരേന്ദ്രമോദിയുടെ മുഴുവൻ ഫണ്ടാണ്, സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഒരു ഷെയറും ഇവരുടേതില്ല. ഇവർ ചെയ്യുന്നത് ആകെ ഒരു ക്ലീനിങ് തൊഴിലാളിയെ നിർത്തണം. അപ്പോൾ ഇതാണ് ഇവർ ഒന്നാമത്തെ നേട്ടം. അത് നരേന്ദ്രമോദി നടപ്പിലാക്കിയത് ഇവിടെ ഇവർ നടപ്പിലാക്കി. അതായത് ഇംപ്ലിമെൻറ്റിങ് ഏജൻസി മാത്രമാണ്. ഈ ടൗണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 3 മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്ത സെൻട്രൽ മാർക്കറ്റ് നവീകരിക്കുന്ന പോലും ഇന്ന് 55 കോടിയിൽ 1 രൂപ പിണറായി വിജയൻ്റെ പൈസ ഉണ്ടോ? 1 രൂപ കോർപ്പറേഷൻ്റെ പൈസ ഉണ്ടോ? മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. പിന്നെ ഒന്ന് കെട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് ബീച്ചിലെ നമ്മുടെ ഫുഡ് സ്ട്രീറ്റാണ്. അതായത് സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള 90ഓളം ഷോപ്പുകൾ. അതിലും 2,40,00,000 സെൻറ്ററും 1,05,00,000 ഇവരും. അപ്പോൾ ഈ പദ്ധതികൾ മുഴുവൻ ഇന്ന് കോഴിക്കോട് മേയറും ഡെപ്യൂട്ടി മേയറും റോഡിലിറങ്ങി നടക്കുന്നത് നരേന്ദ്രമോദി കൊടുത്ത പദ്ധതിയും പൊക്കി പിടിച്ചാണ്. ഇനി ഇതുമാത്രമല്ല, വീട്, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, അതേപോലെ നമ്മളെ മലിനജല സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലടക്കം ചെയ്യുന്ന പ്രോജക്റ്റുകൾ, അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡിലെ ഫ്ലൈ ഓവർ, ഫുട് ഓവർ ബ്രിഡ്ജ്, ഇതെല്ലാം BJPൻ്റെയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒന്ന് ഈ പറഞ്ഞതല്ലാതെ എന്താ കോഴിക്കോട് കാണിക്കാനുള്ളത്? കാണിക്കാനുണ്ട്. ഒന്ന്, കനോലി കനാൽ. മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം ജില്ലയല്ലേ മന്ത്രിയുടെ? അദ്ദേഹമല്ലേ 1 കൊല്ലം മുമ്പ് അത് നവീകരണത്തിന് കോടികൾ പ്രഖ്യാപിച്ചത്? ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ രോഗവാഹിനിയല്ലേ അത്? അവ ചെയ്യുന്നില്ല. ഈ കണ്ണായ ഭൂമികളെല്ലാം വിൽപ്പന നടത്തുക ഇവരെ ഭരണ നേട്ടങ്ങളായത്. കണ്ണായ ഭൂമി 5 കോടി രൂപ വില വരുന്ന കോർപ്പറേഷൻ്റെ ഫോക്കസ് മാളിൻ്റെ അടുത്തുള്ള ആ 5 സെൻറ്റ് ഭൂമി തണ്ണീർത്തടവുമായിട്ട് മാറ്റുക. നോക്കണം നിങ്ങൾ, ഒരു ഉപകാരവുമില്ലാതെ സംരക്ഷിത പട്ടികയിൽപ്പെട്ട തണ്ണീർത്തടമായിട്ട് 5 കോടി രൂപയുടെ ഭൂസ്വത്ത് കോർപ്പറേഷൻ്റെ മാറ്റി. ഇങ്ങനെ അഴിമതി നടത്തി പണമുണ്ടാക്കുക ഒരുപാടുണ്ട്. നവീകരണം, കോർപ്പറേഷൻ്റെ നവീകരണത്തിന് പെയിൻ്റ് അടിച്ചതിന് 19 കോടിയാണ്. ഇതൊക്കെ മീഡിയകൾ, ഞങ്ങളല്ല, ഇവിടുത്തെ
സ്വതന്ത്രമായിട്ടുള്ള മീഡിയ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ് 19 കോടി കോർപ്പറേഷൻ നവീകരണത്തിന്. അതേപോലെ ഈ പരസ്യ ബോർഡ് നിർമ്മാണത്തിലെ അഴിമതി, ഇങ്ങനെ അഴിമതിയുടെ ഒരു ഗവേഷണം നടത്തുന്ന കോർപ്പറേഷനാണ്. ഒരു പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ലാതിരുന്നിട്ട് പോലും ഈ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ വികസനത്തിനും നേതൃത്വം കൊടുക്കുന്ന BJP. ഇനി ഒറ്റ ചോദ്യം കൂടി, ഒരു 5 പേരടങ്ങുന്ന ഒരു കുടുംബം ഒരു കാറിൽ ടൗണിൽ വന്നാൽ ഒരു പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടോ? ഇനി എല്ലാവരും, ഞങ്ങൾ ഇന്നലെ ഒരു ക്യാമ്പയിൻ എരഞ്ഞിപ്പാലത്ത് ചോദിച്ചപ്പോൾ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു അധ്യാപകൻ അദ്ദേഹം ചോദിക്കുക, നിങ്ങൾ 450 കോടി രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ നവീകരണം നടത്തി, ഹൈവേ 65,000 കോടിയുടെ ഹൈവേ നടത്തി, അതിൻ്റെ ഇടയിൽ മെഡിക്കൽ കോളേജിൽ 500 PMSSY ബ്ലോക്ക് കൊടുത്തു, ഇതിൻ്റെ ഇടയിലൊന്നും സഞ്ചരിക്കാനുള്ളൊരു പാത, നഗരപാത പോലുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടുക? 450 കോടി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് വേണ്ടി കേന്ദ്രം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ 2 വാഹനത്തിനൊരു സൈഡ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഈ നരേന്ദ്രമോദി കൊടുക്കുന്ന വികസനത്തിൻ്റെ ഗുണം പോലും ജനങ്ങളിൽ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഈ തിരിച്ചറിവ് പ്രബുദ്ധരായിട്ടുള്ള കോഴിക്കോട് ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം BJP കോഴിക്കോട് നഗരസഭ പിടിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ആ ടാർഗറ്റിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഇവിടെ അപ്രസക്തമാകും. കോൺഗ്രസ് കോഴിക്കോട് അപ്രസക്തമാകും. മുസ്ലിം ലീഗിൻ്റെ ചുമലിൽ കയറി പിടിച്ചു നിൽക്കുന്നതല്ലാതെ കോൺഗ്രസ്സിനൊരു വാർഡിലൊരു 10 പേര് പ്രവർത്തിക്കാൻ പോലുമില്ല. എന്നിട്ട് തമ്മിലടിച്ച് രാജി ഇങ്ങനെ എവിടെയുണ്ടോ? കോഴിക്കോട് 3 കോർപ്പറേഷൻ വാർഡിൽ കൂട്ടരാജിയാണ് തമ്മിലടിച്ചിട്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും നല്ല ഭംഗിയായി സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രഖ്യാപിച്ചു, പ്രവർത്തനം തുടങ്ങി, നല്ല ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെയായിരിക്കും ഇനി പ്രചരണ പരിപാടികൾ? ഇനി കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. നേതാക്കളൊക്കെ വരുന്നത് എങ്ങനെയായിരിക്കും ഇനി? ഞങ്ങൾ ഈ വരുന്ന മറ്റന്നാൾ, അതായത് 26-ാം തീയതി ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ വരുന്നുണ്ട്. കോഴിക്കോട് വികസിത കോഴിക്കോടിനെ കുറിച്ചുള്ളൊരു രൂപരേഖ എന്താണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള കോഴിക്കോട്, അദ്ദേഹം അതൊന്ന് പുറത്തിറക്കും. അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തും. കോഴിക്കോടിൻ്റെ ആവശ്യകത ഇവിടുത്തെ പൗരപ്രമുഖരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബയോഗങ്ങൾ നടക്കുന്നു, വാർഡുകൾ പ്രചരണം നടക്കുന്നു, ഡോർ ടു ഡോർ ക്യാമ്പയിൻ പ്രമുഖ വ്യക്തികളെ കാണാൻ എല്ലാ അർത്ഥത്തിലും BJP തയ്യാറെടുത്ത് കഴിഞ്ഞു. ഏറ്റവും ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത് വീട് കേന്ദ്രീകരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയുകയാണ്. അപ്പോൾ കള്ളപ്രചരണമൊന്നും ഇനി വിലപ്പോവില്ല. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീടുകളിൽ പോയി ഞങ്ങൾ ഇരുന്ന് പറയും. എന്തായാലും ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചുണ്ട്. ഒറ്റ കാര്യം കൂടി പറയുന്നു, കേന്ദ്രത്തിൽ BJPയും കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ ഭരണം വന്നാൽ അതൊരു ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത് പോലെയുള്ള ഭരണ സംവിധാനമാകും. കോഴിക്കോട് നഗരത്തെ വികസനത്തിൻ്റെ പൂങ്കാവനമാക്കും, മെട്രോ നഗരമാക്കി ഞങ്ങൾ മാറ്റും. ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്ന വികസിത കോഴിക്കോടിന് വേണ്ടി ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഇത്തവണ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. വികസിത കോഴിക്കോട് എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പറയുന്നു. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.